നമസ്കാരം. ഒരു ഭജന സംഘത്തിന്റെ പിന്തുണ കൊണ്ടാണോ 5000 വർഷത്തിലേറെ പഴക്കമുള്ള ഹൈന്ദവ സംസ്കാരം നിലനിൽക്കുന്നത്? ദൈവത്തോടുള്ള ഭക്തി, ആരാധന, സ്നേഹം അല്ലെങ്കിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ആത്മീയ ഗാനമാണ് ഭജൻ. ഇത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളോ ഗാനങ്ങളോ ആണ്. ഭക്തിപൂർവമായ ഉപാസന അല്ലെങ്കിൽ ഈശ്വര സേവ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഭജനകളാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? സാമ്പത്തിക താല്പര്യമാണ് എപ്പോഴും മുന്നിൽ നിൽക്കുക. ഭക്തി അല്ലെങ്കിൽ ഈശ്വര സേവയൊക്കെ രണ്ടാമത് മാത്രം. അതിൽ കുറ്റം പറയാൻ ഒന്നുമില്ല. ഇതും ഒരു ബിസിനസ് തന്നെയാണ്. കാണുന്നവർക്ക് സന്തോഷം കിട്ടുന്നുവെങ്കിൽ അത് നല്ല കാര്യം തന്നെ. അതേസമയം ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്തിയിൽ നിന്നും ഭക്തിഗാനങ്ങളിൽ നിന്നും തിരിഞ്ഞു നടന്ന ഒരു കൂട്ടം ജനതയെ തിരികെ ക്ഷേത്രങ്ങളിൽ ഒരുമിച്ച് കൂട്ടിയത് ഈ ഭജന സംഘമാണെന്നൊക്കെ പറയുന്നത് പരിഹാസ്യമാണ് എന്ന് മാത്രമല്ല, പറയുന്നവർക്ക് സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് അല്പം പോലും വിവരമില്ലാത്തവരുമാണ് എന്ന് പറയേണ്ടി വരും. മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം മുതൽ ഈജിപ്ഷ്യൻ, പേർഷ്യൻ, ഗ്രീക്ക്, റോമൻ ഉൾപ്പെടെയുള്ള പുരാതന സംസ്കാരങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോയപ്പോൾ ഹൈന്ദവ സംസ്കാരം ഇന്നും തലയെടുപ്പോടെ അതിൻ്റെ പ്രൗഢിയിൽ നിലനിൽക്കുന്നു. ഹൈന്ദവ സംസ്കാരം ഒരു ജീവചര്യയാണ്. എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും സ്വീകരിക്കുന്ന, ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന വൈവിധ്യമാർന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്ന അനന്തമായ ജീവിത രീതിയാണ് ഹൈന്ദവ സംസ്കാരം. വിശ്വാസിയും അവിശ്വാസിയും എല്ലാം ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒന്നിലും ഒരു നിർബന്ധവുമില്ല. വേണമെങ്കിൽ പിന്തുടരാം, അത്രയുള്ളൂ. ഹൈന്ദവ സംസ്കാരത്തെ തകർക്കാൻ അറബികളും മുഗളന്മാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും എല്ലാം ശക്തിയുമെടുത്ത് ശ്രമിച്ചിട്ടും നടന്നില്ല. അതിനൊരു കേന്ദ്രീകൃത രൂപമില്ലാത്തതാണ് അതിൻ്റെ ശക്തി. ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ ഹൈന്ദവ സംസ്കാരത്തിന് പ്രത്യേക കഴിവുകളുണ്ട്. സ്വയം നവീകരിക്കാൻ അറിയാം. അതുകൊണ്ട് 5000 വർഷമായിട്ടും ഇപ്പോഴും നിലനിൽക്കുന്നത്. കേരളത്തിലേക്ക് വന്നാൽ വലിയൊരു സാംസ്കാരിക അധിനിവേശ ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വിശ്വാസങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം. വെടിക്കെട്ട് അപകടം ഉണ്ടായതുകൊണ്ട് വെടിക്കെട്ട് നിരോധിക്കണം, ആന എഴുന്നള്ളത്ത് മൃഗങ്ങളെ ദ്രോഹിക്കലാണ് തുടങ്ങിയ നിലവിളികൾ ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. വെടിക്കെട്ടും പൂരവും ആനയും ഒക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മാറുന്ന കാലാവസ്ഥയും ഉയർന്ന ചൂടുമൊക്കെ അപകട കാരണങ്ങളാകുന്നുവെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതെല്ലാം നിരോധിക്കണമെന്ന് പറയുന്നത് സാംസ്കാരിക അധിനിവേശ ശ്രമങ്ങളുടെ ഭാഗമാണ്. അല്ലെങ്കിൽ തന്നെ തൃശ്ശൂർ പൂരം തീവ്രവാദികളുടെ ഏറ്റവും വലിയ ടാർഗറ്റാണ്. മലയാളിയായ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദിയുടെ ഫോൺ സംഭാഷണം ആരും മറന്നു കാണില്ല. ഭജനയിലേക്ക് വന്നാൽ അതൊരു ബിസിനസ്സാണ്. അല്ലാതെ ഭക്തിയും ആരാധനയും നടത്തി ഹൈന്ദവ സംസ്കാരത്തെ ഉദ്ധരിക്കലൊന്നുമല്ല ലക്ഷ്യം. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്യലല്ല ഭജനക്കാരും ശ്രമിച്ചത്. ഇവരുടെ ഭജന കാരണമാണ് ഹിന്ദു യുവാക്കൾക്കിടയിൽ ആധ്യാത്മിക ചിന്ത ഉണരാൻ ഇടയായതെന്നൊക്കെയുള്ള ജൽപ്പനകൾ പരിഹാസ്യമാണ്. അവരെ വളർത്തുകയാണ് ചെയ്യേണ്ടത്. അവർ ഉണ്ടെങ്കിലേ ഹൈന്ദവ സംസ്കാരത്തിന് നിലനിൽപ്പുള്ളൂ എന്ന ചിന്തയൊക്കെ സ്വന്തം സംസ്കാരത്തിൻ്റെ ആഴവും പരപ്പും അറിയാത്തതുകൊണ്ടാണ്. ആദ്യം പറഞ്ഞതുപോലെ ഈ ഭജനയുടെയും പ്രധാന ലക്ഷ്യം സാമ്പത്തിക താല്പര്യങ്ങളാണ്. ദേശഭക്തി ഗാനങ്ങൾ മുതൽ സിനിമാ ഗാനങ്ങൾ വരെ അതിൽ ആലപിക്കുന്നുണ്ട്. നാളെ അവർ സെൻറ് ജോർജ് ഭജന സംഘം മാറിയാൽ എന്തു ചെയ്യും? നല്ലത് കണ്ടാൽ അടിച്ചു മാറ്റുന്ന രീതി ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ക്ഷേത്രങ്ങളല്ലേ ഇവരെ വളർത്തിയത്? അതിൻ്റെ നന്ദി ഇവർക്ക് കാണിച്ചുകൂടെ എന്ന ചോദ്യം ഉന്നയിക്കുന്നവരുമുണ്ട്. ശരിയാണ്. ഇവരെ എന്നല്ല, കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാരെയും വളർത്തിയത് ക്ഷേത്രങ്ങൾ തന്നെയാണ്. കോട്ടയം നസീറിനെ പോലുള്ള കലാകാരന്മാർ നന്ദിയോടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എന്ന് കരുതി എല്ലാവരും അതുപോലെ ആകുമെന്ന് വിചാരിക്കാമോ? ഹിന്ദുക്കൾ ഇപ്പോൾ കൂടുതലായി ക്ഷേത്രത്തിൽ പോവാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞുള്ള കരച്ചിൽ ഇന്നലെ ഒരു മാപ്ര നടത്തുന്നത് കണ്ടു. സാംസ്കാരിക അധിനിവേശ ശ്രമങ്ങൾക്കെതിരെ പ്രതിരോധം ഉയർത്തുക തന്നെ വേണം. അതിന് ഒരു ഭജന ടീമിൻ്റെ പിന്തുണ വേണം. അവർ ഇല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിന് നിലനിൽപ്പില്ല എന്നൊക്കെ ചിന്തിച്ച് സ്വയം വില കളയരുതേ. ഇവർ ഇല്ലെങ്കിൽ വേറെ ടീമുകൾ ഉയർന്നു വരും. കുത്തക അവകാശമൊന്നും ആർക്കും ചാർത്തി കൊടുത്തിട്ടില്ല. ഒന്നിനെയും കൂടുതലായി ആശ്രയിക്കരുത്. അതൊരു അടിമത്തമായി മാറും. ആത്മാഭിമാനം എന്നത് അഹങ്കാരമല്ല, അതൊരു ആത്മവിശ്വാസം കൂടിയാണ്. 5000 വർഷത്തെ സംസ്കാരത്തിൽ നിന്ന് ആർജിച്ചെടുത്ത ആത്മവിശ്വാസം.